ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 7. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതോടെ ആകാശത്ത് നിന്ന് തീയിറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. കർത്താവിന്റെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. കർത്തൃ തേജസ് ആലയത്തിൽ നിറഞ്ഞിരിക്കുക കൊണ്ട് പുരോഹിതന്മാർക്ക് ദൈവാലയത്തിൽ നടക്കുവാൻ കഴിഞ്ഞില്ല. തീയിറങ്ങിയതും ആലയത്തിൽ കർത്താവിന്റെ തേജസ്സും ഇസ്രായേൽ മക്കളെല്ലാം കണ്ടപ്പോൾ അവർ കൽത്തളത്തിൽ സാഷ്ടാംഗം വീണു ദൈവത്തെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടി സ്തുതിച്ചു. പിന്നെ രാജാവ് സർവ്വജനവും ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ രാജാവ് 20,000 കാളയെയും 1,20,000 ആടിനെയും യാഗം കഴിച്ചു. രാജാവും സർവ്വജനവും ദൈവാലയത്തെ പ്രതിഷ്ഠിച്ചു. പുരോഹിതന്മാരും ലേവ്യരും അവരുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദാവീദിന്റെ സ്തുതിപ്പാകുന്ന കർത്താവിനെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന സ്തുതിപ്പ് പാടി. പുരോഹിതർ കർത്താവിന്റെ വാദ്യങ്ങളോടുകൂടെയും നിന്നു. എല്ലാ ഇസ്രായേലും നിൽക്കെ പുരോഹിതന്മാർ അവരുടെ മുമ്പിൽ കാഹളം ഊതി. ശലോമോൻ ഉണ്ടാക്കിയിരുന്ന താമ്രയാഗപീഠത്തിന്മേൽ ഹോമയാഗം, ഭോജനയാഗം, മേധസ് എന്നിവ കൊള്ളാതിരുന്നത് കൊണ്ട് ശലോമോൻ ദൈവാലയത്തിനു മുമ്പിലുള്ള മധ്യഭാഗം ശുദ്ധീകരിച്ചു. അവിടെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളുടെ മേധസ്സും അർപ്പിച്ചു. ശലോമോനും അന്ത്യോക്യയുടെ അതിരു മുതൽ മിസ്രയീം തോട് വരെ ഉള്ള എല്ലാ ഇസ്രായേലും ഏറ്റവും വലിയ സംഘമായി 7 ദിവസം പെരുന്നാൾ ആചരിച്ചു. 8-ാം ദിവസം അവർ വിശുദ്ധ സഭായോഗം കൂടി. 7 ദിവസം അവർ യാഗപീഠ പ്രതിഷ്ഠ ആഘോഷിച്ചു. 7 ദിവസം പെരുന്നാൾ ആചരിച്ചു. അങ്ങനെ 14 ദിവസം 7-ാം മാസം 23-ാം തീയതി ദൈവം ദാവീദിനും ശലോമോനും തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത നന്മയെക്കുറിച്ച് സന്തോഷവും ആനന്ദവും ഉള്ളവരായി ജനത്തെ അവരുടെ കൂടാരങ്ങളിലേക്ക് അവൻ പറഞ്ഞയച്ചു. ശലോമോൻ ദൈവാലയവും രാജഗൃഹവും പണി തീർത്തു. ദൈവാലയത്തിലും തന്റെ അരമനയിലും ഉണ്ടാക്കുവാൻ ശലോമോന് താല്പര്യം ഉണ്ടായിരുന്നതെല്ലാം അവൻ ഭംഗിയായി നിവർത്തിച്ചു. അതിന്റെ ശേഷം കർത്താവ് രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ ശൂന്യമാക്കുവാൻ വെട്ടുകിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ വസന്ത വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം സ്വയം താഴ്ത്തി പ്രാർത്ഥിച്ചു എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് ശാന്തി വരുത്തും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കും, എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എപ്പോഴും ഇവിടെയിരിക്കും. നീയോ നിന്റെ പിതാവായ ദാവീദ് നടന്നതുപോലെ എൻ്റെ മുമ്പാകെ നടക്കുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ എല്ലാം ചെയ്യുകയും എൻ്റെ നിയമങ്ങളും വിധികളും അനുസരിച്ച് നടക്കുകയും ചെയ്താൽ ഇസ്രായേലിൽ വാഴുവാൻ നിനക്ക് ഒരു പുരുഷനില്ലാതെ
വരികയില്ല എന്ന് ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ഒരു നിയമം ചെയ്തതുപോലെ ഞാൻ നിന്റെ സിംഹാസനത്തെ സ്ഥിരമാക്കും. എന്നാൽ നിങ്ങൾ തിരിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന എൻ്റെ നിയമങ്ങളും കൽപ്പനകളും ഉപേക്ഷിക്കുകയും അന്യദേവന്മാരെ ആരാധിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് കൊടുത്ത എൻ്റെ ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. എൻ്റെ നാമത്തിനായി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയത്തെയും ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് സകല ജാതികളുടെയും ഇടയിൽ ഒരു പഴഞ്ചൊല്ലും പരിഹാസവുമാക്കി തീർക്കും. ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നു പോകുന്ന ഏവനും അതിനെപ്പറ്റി അത്ഭുതപ്പെട്ട് ദൈവം ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തുവാൻ കാരണമെന്ത് എന്ന് ചോദിക്കും. അതിന് അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് ആരാധിക്കുകയും ചെയ്തതുകൊണ്ടാകുന്നു. അവൻ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നത് എന്ന് ഉത്തരം പറയും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ.